കൊച്ചി അമ്പലമുകൾ BPCLിലെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കുന്നു. തൃശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കൂലിത്തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. പോയി ഇതേപോലെ ലോഡിറക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന റൈറ്റ് നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് കൂടുതൽ വേണമെന്നും പറഞ്ഞാണ് അവർ തർക്കമുണ്ടാക്കി. ആ ഡ്രൈവർ അപ്പോൾ പറഞ്ഞ് എനിക്കത് തരാനുള്ള നിർവാഹമില്ല, നിങ്ങൾ ഒന്നിൽ ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സിനെ അല്ലെങ്കിൽ സൂപ്പർവൈസറെ വിളിക്കുക എന്ന് പറഞ്ഞ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അവർ രണ്ടുപേരും കൂടി ഇയാളെ ക്രൂരമായി മർദ്ദിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അയാളെ കൊണ്ടുപോയി ചാലക്കുടിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. രാത്രി 11 മണിയായപ്പോഴേക്കും അവിടുന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തോന്നി. അവിടുന്ന് അവർ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡോക്ടറോ ഒന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ വന്നപ്പോൾ പുള്ളിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. വീണ്ടും എറണാകുളത്തോളം മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സമരമല്ല, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ അവിടുന്ന് പോരാനുള്ള സംവിധാനം കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളായ പ്ലാന്റിലെ ഓഫീസർമാരെ അറിയിച്ചിട്ടുണ്ട്, കോൺട്രാക്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ വിളിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവർ വന്ന് പ്രതീക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഈ സംരക്ഷണം കിട്ടും എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷം ഞങ്ങളിനി കയറണുള്ളൂ. അതുവരെ ഞങ്ങൾ എന്തായാലും പണിമുടക്കല്ല, ഞങ്ങൾ കയറണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. BPCLിലെ ഡ്രൈവർമാർ പണിമുടക്കിയിരിക്കുകയാണ്. ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സാഹചര്യത്തിലാണ് ഈ പണിമുടക്ക്. വിവരങ്ങളുമായി കീർത്തി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കീർത്തി, ഡ്രൈവർമാരുടെ പണിമുടക്ക് ഇന്ധന നീക്കത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുങ്ങാനുള്ള സാഹചര്യമുണ്ടോ? മനു, വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇന്ധന നീക്കം ഇവിടെ നിലച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. കാരണം 200ഓളം ഡ്രൈവർമാരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഇവിടെ നിന്നും ദിവസേന 140ഓളം ലോഡുകൾ ഇവിടെ നിന്നും വിവിധ ജില്ലകളിലേക്ക് ലോഡുകൾ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ അതൊക്കെ ഇപ്പോൾ നിലച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. നമുക്കത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ലോഡുകളെല്ലാം ഇവിടെ ഡ്രൈവർമാർ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. 23 കോൺട്രാക്ടർമാരുടെ കീഴിലാണ് ഈ ഡ്രൈവർമാർ ഇവിടെ ജോലി ചെയ്യുന്നത്. അതിൽ പ്രധാനമായും 4-5 പ്രധാനമായ കോൺട്രാക്ടർമാരാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അതാണ് ഇവരിത്തരത്തിലൊരു പണിമുടക്കിലേക്ക് അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് നീങ്ങാൻ ഇവർക്ക് കാരണമായത്. തൃശൂർ കൊടകരയിൽ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കുന്ന ഒരു സമയത്ത് ശ്രീകുമാർ എന്ന ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ നിന്നും ലോഡ് തൊഴിലാളികൾ, അവിടുത്തെ തൊഴിലാളി യൂണിയനിലെ അംഗങ്ങൾ അവർ കൂലി അധികം ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇവർക്ക് കൂലി അധികമോ കുറവോ ആയി നൽകാനുള്ള ഒരു തരത്തിലും ഇവർക്ക് അത്തരം ഒരു തീരുമാനമെടുക്കാനോ കൂലി നൽകാനോ സാധിക്കില്ല. കോൺട്രാക്ടർമാർ നിശ്ചയിക്കുന്ന ഒരു തുക മാത്രമേ ഇവർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവർ അധിക കൂലി ആവശ്യപ്പെടുകയായിരുന്നു. അതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. ക്രൂരമർദ്ദനമാണ് ശ്രീകുമാറിന് നേരിടേണ്ടി വന്നതെന്നാണ് ഇവിടെ നിന്നും നേരത്തെ നമ്മളോട് സംസാരിച്ച തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത്. വസ്ത്രമൊക്കെ വലിച്ചു കീറുന്ന സ്ഥിതിയുടെ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അവിടെയുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പോൾ ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ശ്രീകുമാറാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മർദ്ദനമേറ്റതെങ്കിൽ നാളെ ഇവർക്കും ഒരു ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാകുമെന്ന ആശങ്കയും ഭയമൊക്കെ ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. 200ഓളം ഡ്രൈവർമാരാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200ഓളം ഡ്രൈവർമാരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. വലിയൊരു പ്രതിസന്ധി തന്നെ ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ധന നീക്കം, സിലിണ്ടറുകൾ ഇവിടെ നിന്നും ലോഡുകൾ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ ഇവർക്ക് സമരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നോ അതൊന്നും ഇവർക്ക് ഇത്തരമൊരു ഉദ്ദേശമൊന്നുമില്ല. ഇവർക്ക് സംരക്ഷണം വേണം. അത് ഇവരുടെ ന്യായമായ ഒരു ആവശ്യം തന്നെയാണെന്നാണ് കരുതുന്നത്. ഇവർക്ക് സംരക്ഷണം വേണം. ഇവർക്ക് ഇനി ഇത്തരമൊരു സംഭവം ആവർത്തിച്ചാൽ ഇവർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ സാധിക്കണം എന്ന ഒരു ആവശ്യം മാത്രമാണ് ഇവർക്കുള്ളത്. അതിനുവേണ്ടിയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക്, ഇത്തരമൊരു പണിമുടക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. മനു, കീർത്തിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അമ്പലമുകൾ BPCL പ്ലാന്റിലെ ഡ്രൈവർമാർ പണിമുടക്കുകയാണ്. കൂലിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സാഹചര്യത്തിലാണ് നടപടി.